സുഖല്ലേ? ഇന്നും പ്രത്യേകിച്ച് ഒരു പണിയില്ല. ഇത് ഡേ 2 ആണ്. ഒന്ന് ഓർത്ത് വെച്ചാൽ ഞങ്ങൾ ചുമ്മാ പുറത്തേക്ക് ഇറങ്ങുവാണ്. ഇത് ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ മുഹമ്മദ് ഉണ്ട്. മീറ്റ് മിസ്റ്റർ മുഹമ്മദ്. ഞങ്ങൾ നേരെ ബാൽക്കണിയിൽ കുറേ നേരം വായും വിളിച്ച് നിന്നു. ആ കാണുന്ന സബ്വേ ഉണ്ടോ? സബ്വേ അല്ല, പെട്രോൾ പമ്പ്. ആ പെട്രോൾ പമ്പിൽ രാത്രിയാകുമ്പോൾ ഫുൾ സൂപ്പർ ബൈക്സാണ്. എൻ്റെ പോലെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. നിഞ്ചയും ഡുക്കാട്ടിയും ബുഗാട്ടിയും പിന്നെ നമ്മുടെ KTM ഒക്കെ റയറായിട്ട് കാണുന്ന സാധനം. അവിടെയൊക്കെ ഈ നേരെ കാണിക്കുന്ന സാധനത്തിലൊക്കെ നമുക്ക് മഞ്ഞുള്ള സമയത്ത് പോകണം, അതായത് വിൻ്റർ ടൈമിൽ പോകണം. അടിപൊളിയാണെന്ന് എല്ലാവരും പറയണം. പിന്നെ ഇവിടെ നല്ല ട്രാഫിക് ആയതുകൊണ്ട് കുറേയധികം സൂപ്പർ കാർസും നമ്മൾ റെയറായിട്ട് കാണുന്ന കുറേ കാർസും ഇവിടെ ചുമ്മാ ചവറ് പോലെ കാണാൻ പറ്റും, സത്യം പറയാനും. പിന്നെ ഇതാണ് ഇവിടുത്തെ മെയിൻ മാൾ, സിറ്റി ടവറിലുള്ള സിറ്റി മാൾ എന്ന് വേണമെങ്കിൽ പറയാം. പേരൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തൊക്കെ ചിലപ്പോൾ കിട്ടും. ഞങ്ങൾ അവിടെ നടന്ന് പോയി. ഇത് കണ്ടോ നിങ്ങൾ? എവിടെയെങ്കിലും കണ്ടോണ്ടോ ഈ സാധനം? നല്ല രസമില്ലേ? പിന്നെ ഞങ്ങൾ ഫുഡ് ചെയ്യാൻ വേണ്ടി KFC കയറി. ഇവിടെ അഫോർഡബിളായിട്ട് കിട്ടാവുന്ന സാധനം ഒരേ ഒരു സാധനം KFC. സത്യം പറയാനും ഞാൻ കയറി കടകളിലൊക്കെ അഫോർഡബിളായിട്ട് തോന്നിയിട്ട് എനിക്ക് KFC ആണ് ബാക്കിയുള്ള വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഇതാണ് ഞങ്ങൾ വാങ്ങിച്ചത്. ഒരു ബർഗർ, ഒരു ഫ്രഞ്ച് ഫ്രൈസ്, ഒരു പെപ്സി, ഒരാൾക്ക് 13 ചില്ലി വെച്ച്. ബാക്കിയുള്ള ഫുഡ് കമ്പയർ ചെയ്യുമ്പം ഇത് ഭയങ്കര അഫോർഡബിളാണ്. ഞാൻ നേരത്തെ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് പറയും, ഇവിടെ വെള്ളത്തിനേക്കാൾ വില കുറവ് പെപ്സിക്കാണ്. സത്യം പറയില്ല, ഇതാ KFC എന്ന് കിട്ടിയത് എനിക്ക്. ശരിക്കും വെള്ളത്തിനേക്കാൾ വില കുറവ് പെപ്സിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഹെൽത്തിന് നല്ലതായിട്ടുള്ള ഫുഡിനൊക്കെ ഇവിടെ ഭയങ്കര വില കൂടുതലും, ഹെൽത്തിന് ദോഷമായിട്ടുള്ള കാര്യത്തിനൊക്കെ ഭയങ്കര വില കൂടുതലാണ്. അതിന് എക്സാമ്പിളാണ് ലിക്കർ, ഫ്രൈഡ് ചിക്കൻ, പെപ്സി, സിഗരറ്റ്. അതിനൊക്കെ ഇവിടെ വിലക്കുറവാണ്. കോമൺ ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളായതുകൊണ്ടായിരിക്കും. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇതാണ് ആ മാളുടെ പേര്. മാളൊക്കെ വായിക്കാറിയാവുന്നവർ നിങ്ങൾ വായിച്ചു, എനിക്കെന്തായാലും വായിക്കാറുണ്ട്. പിന്നെ അവിടെ നിന്ന് കിട്ടിയൊരു പെപ്സി ആയിരുന്നു എൻ്റെ ഇരിക്കുന്നത്. അതും പൊക്കി പൊടിച്ചുകൊണ്ട് ഞാൻ വന്നു. പക്ഷേ ടേസ്റ്റിന് എന്തോ ഒരു വ്യത്യാസം വന്നു. നോ ഷുഗർ ആയതുകൊണ്ടായിരിക്കും, വലുതായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇതാണ് ഇവിടുത്തെ കാസ്. ഞാൻ 3 കാണിച്ചു തരാം. ഇതൊന്ന് വോക്സ് വാഗണിൻ്റെ ബീറ്റിലോ അതേതോ മോഡലാണെന്ന് തോന്നുന്നു. ഇത് നിങ്ങൾക്കറിയാലോ, നമ്മുടെ നാട്ടിലെ ഡിഫൻഡർ കോമൺ ആയിട്ട് കാണുന്നത്. പിന്നെ ഞങ്ങൾ വീണ്ടും നടന്ന് പോയി. പിന്നെ അടുത്തൊരു കാറുണ്ട്, നമ്മൾ അമേരിക്കയിലുള്ള ടെസ്ല. അടുത്തതാണ് കേട്ടോ മെയിൻ. ഇത് നിങ്ങൾ കണ്ടോ? എൻ്റെ പൊന്നളിയ. വ്ളോഗ് കണ്ടില്ലേ? ഓൺ വോയിസിലാണ് ആദ്യത്തെ വീഡിയോ. ഇതൊക്കെ നിങ്ങൾ മുമ്പ് കണ്ട വോയിസ് ഓവർ അല്ലേ? എന്താ പറയുക, ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്ക് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ ഈ കാണുന്ന സാധനങ്ങളൊക്കെ വോയിസ് ഓവർ ഇട്ട് 5 മിനിറ്റ് തികച്ച് ഞാൻ വ്ളോഗായിട്ട് ഇടണം. ഒന്നും ഇടാണ്ടിരിക്കണേക്കാൾ ഭേദമല്ലേ? പിന്നെ നിങ്ങൾക്ക് കാണാൻ താല്പര്യം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടും, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ അടിയിൽ കമൻസ് ഇടും. ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അത്രേ ഉള്ളൂ. ലവ് യു ഓൾ. ബൈ.